സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും വോട്ടർ അധികാർ യാത്രയുമായി ബീഹാറിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. സാസാറാമിലെ പുൽമൈതാനി ഇന്ത്യ സഖ്യത്തിന്റെ സമര പ്രഖ്യാപന വേദിയായി. വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ എത്തിയത് വൻ ജനാവലി. ഇന്ത്യയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും കൊള്ളയടിക്കപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി. पूरे हिंदुस्तान में विधानसभा के चुनाव, लोकसभा के चुनाव चोरी किए जा रहे हैं और इनकी आखिरी साजिश ये है कि बिहार में SIR करके नए वोटरों को जोड़कर वोटरों को काटकर ये बिहार का चुनाव चोरी करें. ഉദ്ഘാടനത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് യാത്ര പുനരാരംഭിച്ചത്. വഴിനീളെ നമ്മളിപ്പോൾ കാണുന്നത് പോലെ വമ്പൻ ജനക്കൂട്ടം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഔറംഗാബാദിലെത്തി. അവിടെ വെച്ച് മറുപടി. CCTVക്കായി നിയമമുണ്ടാക്കിയത് നിങ്ങളല്ലേ, പിന്നെ എന്തു കാരണത്താലാണ് നിങ്ങൾ ആ നിയമം മാറ്റിയത്? തന്നോട് ആവശ്യപ്പെട്ട അഫിഡവിറ്റ് എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിനോട് ആവശ്യപ്പെട്ടില്ല? രാഹുലിന്റെ ചോദ്യശരങ്ങൾ. पर कोई भी केस नहीं किया जा सकता है. 2023 में ये कानून बना. ये कानून 2023 में क्यों बना? क्योंकि नरेंद्र मोदी और अमित शाह ये चाहते हैं कि इलेक्शन कमीशन के खिलाफ कोई कार्रवाई नहीं कर पाए. സെപ്റ്റംബർ 1 പട്ന ഗാന്ധി മൈതാനിയിലാണ് വോട്ടർ അധികാർ യാത്രയുടെ സമാപനം. സാസാറാമിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.